ദൈവവചനം തിരുവതിര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സുധാം നാഥ, ഇത്രത്തോളം ഞങ്ങളെ വഴിയെടുത്ത കൃപകൾക്കാർ നന്ദിയോടെ സ്തോത്രം, ഈ സമയത്തിനായ നന്ദിയോടെ സ്തോത്രം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ സനയിൽ അല്പസമയം ഞങ്ങളുടെ വചനം ധ്യാനിക്കുവാൻ കർത്താവ് നീ ഒരുക്കുന്ന മുഖാന്തർക്കായ നന്ദിയോടെ സ്തോത്രം, വചനാടികളെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ കർത്താവെ, പുതിയ ദർശനത്തോടെ കർത്താവെ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഇടയാക്കുന്നത് പ്രാർത്ഥിക്കാൻ, അങ്ങയുടെ സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാൻ, അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരും എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൃപയുടെ സാന്നിധ്യം കർത്താവെ ഇന്നത്തെ ശുശ്രൂഷൻ കൂടുണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കുന്ന ശബ്ദത്തോടുള്ള വാക്കുകളോ വചസ്സനോടുള്ള കർത്താവെ, അവിടെ കൃപ കൊണ്ട് നിറവിൽ നിന്ന് കർത്താവ് തൻ്റെ ജനത്തെ ഈ വചനത്തിൽ ബലപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പ്രത്യേകിച്ചും വചനം ഏറ്റവും ലളിതമായി തൻ്റെ ജനത്തിലെത്തുവാൻ അവിടുന്ന് സഹായിക്കുന്നതോടൊപ്പം കർത്താവെ, എൻ്റെ ശബ്ദത്തോടും കണ്ടത്തോടും വാക്കുകളും വചസ്സനോടും ഇരിക്കുന്നതോടൊപ്പം കർത്താവെ, എൻ്റെ കൃപയുടെ നിറവിൽ കർത്താവെ തൻ്റെ ജനത്തെ ബലപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് യേശു നാശിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ ഭൂമുഖത്തേക്ക് കടന്നുപോയി ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ്റെ മേലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സഭയാണ്. മനുഷ്യനായി ഈ ഭൂമുഖത്തേക്ക് കടന്നു വരികയും ജനനം ഏറ്റവും ഹീനകരമായ അവസ്ഥയും മരണവും അപ്രകാരം തന്നെ ഹീനകരമായ അവസ്ഥ, അതിൽ കൂടുതൽ ഹീനമായ ഒരു ജനനമോ മരണമോ പിന്നൊന്നും നമുക്ക് കാണുവാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങൾ പോലെയായിരുന്നു കർത്താവിൻ്റെ ജനനവും മരണവും. എങ്കിലോ അതിൽ വിശ്വസിച്ച് ഉറച്ച്, അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ശൂന്യമായി കിടക്കുന്ന കല്ലറ, ആ ശൂന്യമായി കിടക്കുന്ന കല്ലറ എന്ന് പറയുമ്പോൾ കർത്താവിനെ ക്രൂശിക്കപ്പെട്ട് അടക്ക് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആണ് ഓരോ ക്രൈസ്തവ വ്യക്തികളുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ആധാരം. പക്ഷെ ഇന്ന് പലപ്പോഴും നാം കുറച്ചു കൂടി ചിന്തിക്കുകയാണെങ്കിൽ, യഹൂദ സമുദായം എപ്രകാരം യഹോവയായ ദൈവം കൊടുത്ത കൽപ്പനകൾക്ക് ഉപകൽപ്പനകളും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ വ്യത്യസ്തമായി മുമ്പോട്ട് കൊണ്ടുപോയ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ ചുറ്റും ക്രൈസ്തവ ദേവാലയങ്ങളും ശുശ്രൂഷകളിലും സംബന്ധിക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കർത്താവ് കേന്ദ്രബിന്ദു ആണെന്ന് പോലും പലപ്പോഴും ചില ശുശ്രൂഷകളിലും സഭകളിലും കടന്നുപോയാൽ നമുക്ക് സംശയം തോന്നത്തക്ക വിധമുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തികളും സുവിശേഷ ഘോഷണങ്ങളുമാണ് കേൾക്കുവാൻ ഇടയാകുന്നത്. കർത്താവ് യഥാർത്ഥമായി ഇല്ലാത്ത ഒരു സുവിശേഷം എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ സുവിശേഷമല്ലെന്ന് മാത്രമല്ല, അത് ദൈവത്തിൽ നിന്നുള്ളതും അല്ല. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉപാധിയില്ല, ഒരു സംശയമില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് എൻ്റെ ഉപനിധി എന്ന് പറയത്തക്കോണം നമ്മൾ ആയിത്തീരണം. പക്ഷേ കർത്താവിൻ്റെ കാലയളവിൽ പോലും നാം നോക്കുമ്പോൾ അപ്രകാരമുള്ള സംശയമുള്ള ഒരവസ്ഥ ഉണ്ടായതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്ന അന്നത്തെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവര് ഈ കാര്യങ്ങളൊക്കെ കർത്താവ് ഒരു വ്യക്തമായി അവരോട് പറയുകയൊക്കെ ചെയ്തതാണ്. അതായത് ഞാൻ ക്രൂശിക്കപ്പെടും, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പെടും, വ്യത്യസ്തമായ രീതിയിൽ അവരോട് പറഞ്ഞതെങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കണ്ടെന്ന് പറയുമ്പോഴും ചിലർക്ക് അത് സംശയമാണ് ഉളവാക്കിയത്. യോഹന്നാന്റെ സുവിശേഷം 20:29 ഇപ്രകാരമാണ് കർത്താവ് പറയുന്നത്. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. കർത്താവ് ഇത് പറയുന്നത് തോമസിനോടാണ്, അപ്പോസ്തലനായ തോമസ് ലീഹയോടാണ്. പക്ഷെ അത് പറയുവാനുള്ള കാര്യങ്ങൾ നാം ആദ്യം തൊട്ട് വായിക്കുമ്പോൾ
അതിനു മുൻപ് വിശ്വാസത്തെ പറ്റി എബ്രായ ലേഖനത്തിൽ എത്ര വ്യക്തമായിട്ടാണ് എബ്രായ 11:1 വിശ്വാസത്തെ പറ്റി പറയുന്ന കാര്യം നമ്മളൊന്നും അത് യഥാർത്ഥമായി നാം ചിന്തിക്കുകയാണെങ്കിൽ അത് കർത്താവ് പറഞ്ഞതിൻ്റെ മറ്റൊരു രീതിയിൽ അവിടെ വ്യാഖ്യാനിച്ചുള്ളത് മാത്രമേ ഉള്ളൂ. വിശ്വാസം എന്നതോ വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹം എന്ന് പറയുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ ഉള്ള പ്രത്യാശയും ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റുണ്ടെന്നൊരു വിശ്വാസം കൂടെയാണ്. ഇവിടെ പറയുന്നത് അത് തന്നെയല്ലേ, പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതാണ് ആവശ്യം. ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള പ്രത്യാശയും ആ ഉയർത്തെഴുന്നേറ്റെന്നുള്ള പൂർണ്ണ വിശ്വാസവുമാണ് നമ്മളെ യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധികളാക്കി നാം തീർക്കുന്നത്. അതിന് യോഹന്നാന്റെ സുവിശേഷം 20:19 വായിക്കുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായ അന്ന് വൈകുന്നേരം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായ അന്ന് വൈകുന്നേരം ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ച് കൂടിയിരിക്കുമ്പോൾ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. നാം ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ശിഷ്യന്മാര് വാതിലടച്ച് ഒരിടത്ത് കൂടിയിരിക്കുകയാണ്. കാരണം അവർ ഭയപ്പെട്ട അവസ്ഥയാണ്. കർത്താവിനെ കാണുന്നില്ല. അപ്പോൾ കർത്താവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്നൊക്കെ അവർ വരുത്തി പ്രചരിപ്പിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ അവിടെ പ്രവർത്തിക്കുവാൻ ഇടയുള്ളവരാണ് ഈ ശിഷ്യന്മാരെന്ന് അവരാക്കി തീർക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അവർ ഭയപ്പെട്ട് വാതിലടച്ച് അവിടെ ഇരിക്കുന്നത്. വാതിലടച്ചിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ ഒരു വ്യക്തി കടന്നു വന്ന്, പ്രത്യേകിച്ചും 2 ദിവസം മുൻപ് ക്രൂശിക്കപ്പെട്ട കർത്താവ് കടന്നു വന്ന് നിൽക്കാൽക്കെന്ന് പറയുമ്പോൾ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ദേവാലയത്തിലിരിക്കുമ്പോൾ ക്രിസ്തു അതിൻ്റെ മധ്യത്തിൽ കടന്നു വന്ന് നിന്നാൽ ഒരു ഭയവും ഭ്രമവും ഒക്കെ കടന്നു വരും. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. അതുകൊണ്ടാണ് ആദ്യം കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സമാധാനം, പീസ് അൺടു യു. എന്തുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം? അവരുടെ ജീവിതത്തിലെ ഭയത്തിനെയും മറ്റ് എല്ലാ കാര്യത്തിനെയും മാറ്റി അവരെ സ്വാന്തനപ്പെടുത്തുന്ന ഒരവസ്ഥ, സമാധാനത്തിൻ്റെ ഒരു കൃപയാണ് അവിടെ നൽകുന്നത്. അതിന് കഴിഞ്ഞ് മുമ്പോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 20ഉം 21ഉം വായിക്കുമ്പോൾ ഇത് പറഞ്ഞ ശേഷം അവൻ കൈകളും വിലാപ്പുറവും അവനെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ കർത്താവ് തന്നെയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. എങ്ങനെയാണ്? കൈകളും വിലാപ്പുറവും അവരെ കാണിച്ചു. തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരാണ്, തൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാരാണ്. എന്നിട്ട് പോലും കർത്താവിനറിയാം അവിടെ ഒരു സംശയത്തിൻ്റെ സാധ്യതയുണ്ട്. ആ സംശയത്തിൻ്റെ സാധ്യത ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. കർത്താവ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് മരണം വെച്ച്. അതല്ലാതെ സ്വയമായി ഒരു വ്യക്തി ഉയർത്തെഴുന്നേറ്റ് വന്നത് അവർ കണ്ടിട്ടില്ല. കർത്താവ് കാണിക്കുന്നത് യാഗമായി അർപ്പിക്കപ്പെട്ടെങ്കിലും 3-ാം ദിവസവും സ്വയമായി ഉയർത്തെഴുന്നേൽക്കുന്ന അവസ്ഥ. അത് ഒരു ഭയത്തിൻ്റെ അവസ്ഥയായിരുന്നു. മുമ്പോട്ട് വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14:27 വായിക്കുമ്പോൾ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഭ്രമിക്കുകയും അരുത്. കർത്താവ് വ്യക്തമായ അവരോട് ഈ കാര്യങ്ങൾ, അതായത് കർത്താവിൻ്റെ ക്രൂശാരണം ഇതൊക്കെ പറയുമ്പോൾ 14-ാം അധ്യായത്തിൽ യഥാർത്ഥത്തിൽ കർത്താവ് പറയുന്ന എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. അതുമാത്രമല്ല, നിങ്ങൾ ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്.
യഥാർത്ഥത്തിൽ കർത്താവ് തന്നോടൊപ്പം പ്രവർത്തിച്ച ശിഷ്യന്മാരെ ഒരുക്കിക്കൊണ്ടായിരുന്നു മുൻപോട്ട് കൊണ്ടുപോയത്. എങ്കിലും മനുഷ്യരായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം എത്രമാത്രം വിശ്വാസത്തിൻ്റെ ഉറപ്പിലാണെന്ന് പറഞ്ഞാലും ചില സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നാം പതറിപ്പോകുന്ന അവസ്ഥയാണ്. അത് തന്നെയാണ് ഇവിടെ നാം കാണുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുമ്പോൾ പതറിപ്പോകുന്നൊരവസ്ഥ. ഇത് സത്യമാണോ അതോ ഇത് ഭൂതമാണോ എന്താണ്? അതുകൊണ്ടാണ് അവിടെ സമാധാനം നൽകുവാൻ കർത്താവ് പറയുന്നെങ്കിലും അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 14:28-29 വായിക്കുമ്പോൾ ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനായി ഞാൻ ഇപ്പോൾ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. കർത്താവിന് അറിയാമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അവിശ്വാസവും ഭയപ്പാടും ഒക്കെ കടന്നു വരുമെന്ന്. എന്നിട്ടും അവരെ ഇത്രമാത്രം വ്യക്തതയോടെ എല്ലാ കാര്യം പറഞ്ഞാൽ പോലും മാനുഷികമായ സാഹചര്യങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ കാലങ്ങളിൽ അങ്ങനെ ഒരു കാര്യം നടക്കാത്തത് കൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുമ്പോൾ ഭയത്തിൻ്റെ ഒരു അവസ്ഥ സ്വാഭാവികമാണ്. അവിടെയാണ് കർത്താവ് പറയുന്നത് എൻ്റെ സമാധാനം. കർത്താവിൻ്റെ സമാധാനം എന്ന് പറയുമ്പോൾ ഇന്ന് ലോകം തരുന്ന സമാധാനമല്ല, സ്വാതന്ത്ര്യമല്ല. നമ്മുടെ ചുറ്റും പലപ്പോഴും നാം നോക്കുമ്പോൾ ഒരു മരണ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടേതായ വാക്കുകൾ കൊണ്ടുള്ള സ്വാതന്ത്ര്യവും സമാധാനം നൽകുവാൻ പരിശ്രമിക്കുമെങ്കിലും ആ സമാധാനം അവരെ ഒരിക്കലും സ്വാതന്ത്ര്യവും സമാധാനവും ലഭ്യമാകുകയില്ല. കാരണം നമുക്ക് നമ്മുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള സമാധാനമേ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വാക്കുകൾ കൂടെയുള്ള സമാധാനം നൽകുവാൻ കഴിയും. പക്ഷെ കർത്താവിൻ്റെ സമാധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും നമ്മൾക്ക് ആന്തരികമായ സമാധാനം നൽകുന്ന സമാധാനമാണെന്ന് എപ്പോഴും. അപ്പോൾ കർത്താവിൻ്റെ സമാധാനം മറ്റുള്ളവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കത്തക്കണമാണ് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ അതെപ്പോഴാണ് സാധ്യമാകുന്നത്? ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ സമ്പൂർണമായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമായുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 20:22-23 വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവരുടേത് ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ നിലനിർത്തിയാൽ അവ നിലനിർത്തപ്പെടും. അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവിടെ കടന്നു വന്ന് തൻ്റെ ശിഷ്യന്മാരുടെ മധ്യത്തിലായിരിക്കുമ്പോൾ അവർക്ക് സമാധാനം നൽകി അവരോട് പല കാര്യങ്ങൾ പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ പറയുന്ന കാര്യമാണ് എന്താണ്? അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. എന്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം? അത് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവരുടെ ഇത് ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ നിലനിർത്തിയാൽ അവ നിലനിർത്തപ്പെടും. അതായത് ഒരു അധികാരത്തിൻ്റെ കൃപ നൽകുകയാണ് പരിശുദ്ധാത്മാവിൽ കൂടെ മറ്റുള്ളവരുടെ പാപം ക്ഷമിക്കുവാൻ. അത് ക്ഷമിച്ചില്ലെങ്കിൽ അത് നിലനിർത്തപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ഇന്ന് ആ കർത്താവിൻ്റെ കൃപ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥമായി കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുമെങ്കിൽ, കർത്താവിന് വേണ്ടി നമ്മൾ സ്വയം സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവിൻ്റെ കൃപ നമ്മൾക്ക് അനുഭവമാക്കുവാൻ മാത്രമല്ല അതിന് സാക്ഷ്യം വഹിക്കുവാൻ കഴിയും. മുമ്പോട്ട് വായിക്കുമ്പോൾ 20:24-26 വരെ വായിക്കുമ്പോൾ എന്നാൽ യേശു വന്നപ്പോൾ 12 പേരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുതുകൾ കൊണ്ടുള്ള മുറിവുകൾ കാണുകയും
കൈയിടുകയും ആണിപ്പഴുതുകളിൽ എന്റെ വിരലിടുകയും ആണിപ്പഴുതുകളിൽ എൻ്റെ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ട് അത് വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 26. 8 ദിവസം കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ പിന്നെയും അടുത്ത് കൂടിയിരിക്കുമ്പോൾ ശിഷ്യന്മാർ പിന്നെയും അടുത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരുന്നുവെങ്കിലും വാതിലടച്ചിരുന്നുവെങ്കിലും യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. തോമസ് ലീഹയുടെ പാരമ്പര്യമുള്ളത് കൊണ്ടായിരിക്കും ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സംശയം നിലനിൽക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് യാഥാർത്ഥ്യമാണോ? കർത്താവിന് ഇത് പ്രവർത്തിക്കുവാൻ കഴിയുമോ? കാരണം അപ്രകാരം ഒരു ചിന്തയില്ലായിരുന്നെങ്കിൽ നമ്മൾ സഭകളും ശുശ്രൂഷകളും ഓടി നടന്ന് പ്രാർത്ഥനയ്ക്കായി യാചിക്കുകയില്ലായിരുന്നു. ഇന്നൊരു വ്യക്തി പറയുകയാണ്, തിരുവനന്തപുരത്ത് ഇങ്ങനൊരു സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ തൃശ്ശൂരിൽ ഇങ്ങനൊരു സ്ഥാനമുണ്ട്, അവിടെ ഈ ദേവാലയത്തിൽ കടന്നുപോയി പ്രാർത്ഥിക്കുക. ഓട്ടത്തോടോട്ടമാണ്. പക്ഷെ ആ വ്യക്തി മനസ്സിലാക്കാതെ പോകുന്നത്, നാം എവിടെ ഓടിയാലും അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കേണ്ട കർത്താവ് തന്നെയാണ്. നാം ആയിരിക്കുന്ന സഭകളിലും ശുശ്രൂഷകളിലും നമുക്ക് കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയില്ലെങ്കിൽ നാം എവിടേക്ക് ഓടിയാലും ആ കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയുകയില്ല. ആ കർത്താവിനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനുള്ള പൂർണ്ണ പ്രത്യാശയും വിശ്വാസത്തിൻ്റെ ഉറപ്പും നമുക്ക് വേണം. തോമസ് ലീഹായുടെ ജീവിതമാണ് ഇന്ന് നാമും ഓരോരുത്തരും ജീവിക്കുന്നത്. ഓട്ടത്തോടോട് ഇത് കണ്ടാൽ ഞാൻ വിശ്വസിക്കാം, ഇത് പ്രവർത്തിച്ചാൽ ഞാൻ വിശ്വസിക്കാം. അതാണോ യഥാർത്ഥമായ കർത്താവിനുള്ള വിശ്വാസം? കർത്താവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്നെ വഴി നടത്തുന്നവൻ എൻ്റെ ഉപതിയാണ്. ഏത് പ്രതിസന്ധികളിലും എൻ്റെ കരം പിടിച്ച് നടത്തുന്നവനാണ്. വചനത്തിൽ നാം ഉടനീളം വായിക്കുമ്പോൾ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കരം പിടിച്ച് നടത്തുന്ന കർത്താവിനെയാണ് നാം ഓരോരുത്തരും അനുഭവമാക്കുവാനിടയാകുന്നത്. എന്നിട്ടും ഇന്ന് ലോകത്തിൽ ഓട്ടത്തോടോട്ടമാണ്. എവിടെയെങ്കിലും ഒരു വ്യക്തി പറയാണ്, ഞാൻ ഇവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വലിയൊരു വിടുതൽ നൽകിയെന്ന് കിട്ടിയെന്ന് അറിഞ്ഞാൽ പിന്നെ അവിടെ ഓട്ടത്തോടോട്ടമാണ് ജനം. പിന്നെ അവർക്ക് ലഭ്യമാകാതപ്പം ഇതൊക്കെ വെട്ടിപ്പാണ്, തട്ടിപ്പാണ്. പക്ഷെ പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ആ വിശ്വാസമുണ്ടോ? അതാണ് നാം നോക്കേണ്ടത്. അതോ തോമസ് ലീഹയെ പോലെ ഞാൻ ആ മുറിവ് തൊട്ടാൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പറ്റി വ്യക്തമായി കർത്താവ് അതിനു മുമ്പ് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നിട്ടും അവിടെ ആ തോമസ് ലീഹയുടെ പറച്ചിലിൽ നാം മനസ്സിലാക്കുന്നത് ഒരു സംശയത്തിൻ്റെ കാര്യമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് യാഥാർത്ഥ്യമാണോ എന്നുള്ളൊരു സംശയം. തന്നോടൊപ്പം പ്രവർത്തിച്ച ശിഷ്യന്മാർ തന്നെയാണ് അവിടെ പറയുന്നത് അവർ കണ്ടെന്ന്. പക്ഷേ അതിനെ വിശ്വസിക്കുവാൻ കഴിയാത്ത അവസ്ഥ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമാണെങ്കിൽ അതിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നോയമ്പുകൾ ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നത് ഏറ്റവും നന്നത്, കഷ്ടാനുഭവ ശുശ്രൂഷകളിൽ കടന്നത് ഏറ്റവും നന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഈ 3-ാം ആഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നാം കർത്താവിനെ തേടി നടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ നോയമ്പ് കാലം നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നാം ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ ശുശ്രൂഷകളും ആരാധനകളും സംബന്ധിച്ചില്ലെങ്കിൽ നമുക്കൊന്നും നേടുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്നും നാം തിരയുന്നത് കർത്താവിനെയാണെങ്കിൽ, കർത്താവിനെ കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകണം. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവമാക്കുന്നത് നമ്മുടെ ഹൃദയത്തിനുള്ളിലാണ്. യോഹന്നാന്റെ സുവിശേഷം 20:27-29 വായിക്കുമ്പോൾ, പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകൾ കാണുക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു വിശ്വാസത്തിൻ്റെ പൂർണ്ണതയുണ്ടെങ്കിൽ ഈ പറയുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കും. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. പക്ഷെ അപ്രകാരം ഒരു വിശ്വാസം വേണമെങ്കിൽ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് സത്യമെന്ന് പൂർണ്ണൊരു വിശ്വാസം വേണം. അല്ലെങ്കിൽ അത് 2000 വർഷം മുമ്പ് നടന്ന ഒരു കഥയല്ല.
ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും ഇന്നും ജീവനും ചൈതന്യമുള്ള ജീവിപ്പിക്കുന്ന വചനമാണെന്നൊരു ഉറപ്പ് വേണം. അപ്രകാരം ഉറപ്പ് വേണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആ കർത്താവുമായിട്ടൊരു ബന്ധം വേണം. കർത്താവുമായിട്ടുള്ളൊരു ബന്ധം ആർക്കും ഒരുക്കുവാൻ കഴിയുകയില്ല. അത് നമ്മൾ സ്വയമായി സ്ഥാപിക്കേണ്ടത് ഒരു ബന്ധമാണ്. ആ ബന്ധത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എവിടെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഏത് കാര്യമാണ് എന്നെയും കർത്താവുമായിട്ട് പ്രതിസന്ധിയിലാക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. ഏത് കാര്യമാണ് എൻ്റെയും കർത്താവുമായിട്ട് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ സ്വഭാവമാണോ, നമ്മുടെ പ്രവർത്തനമാണോ, നമ്മുടെ വാക്കുകളാണോ, നമ്മുടെ പ്രവർത്തികളാണോ? ലോകപ്രകാരം നോക്കുമ്പോൾ നാം പലതും ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാ ആഴ്ചകളിലും ദേവാലയങ്ങളിൽ കടന്നു പോകുന്നുണ്ടായിരിക്കും. എല്ലാ ആഴ്ചകളും തിരുമേശയിൽ സംബന്ധിക്കുന്നുണ്ടായിരിക്കും. ഇതൊരു മാനദണ്ഡമല്ല പ്രിയ സഹോദര സഹോദരി. കർത്താവുമായിട്ടൊരു ബന്ധത്തിന് വേണ്ടി അത് ആവശ്യമാണ്. കർത്താവുമായിട്ടൊരു ബന്ധമായി തീരുമ്പോൾ നമ്മൾ ഇതൊക്കെ തനിയെ ചെയ്യും. പക്ഷെ അത് ചെയ്തതുകൊണ്ട് എനിക്ക് കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് പറയുവാൻ, കർത്താവുമായിട്ട് ബന്ധമുണ്ടെന്ന് നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവരും നാമും മനസ്സിലാക്കണമെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാട് നമ്മുടെ എപ്രകാരമായി, പ്രതിസന്ധികൾ നാം എപ്രകാരമാണ് പ്രതികരിക്കുന്നത്, പ്രയാസത്തിൻ്റെ താഴ്വരയിൽ നാം എപ്രകാരമാണ് കർത്താവിനെ മുറുകെ പറ്റി ജീവിക്കുന്നത്, അതോ അവിടെ തള്ളിപ്പറയുന്ന അവസ്ഥയാണോ? എന്തുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ വേദനയിൽ കടത്തിവിട്ടു? എന്തുകൊണ്ട് ദൈവം എന്നോടിത് പ്രവർത്തിച്ചു? ആ ചോദ്യം വരുന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെ ഒരു വീഴ്ചകൾ വന്നിട്ടുണ്ട് കർത്താവ്. പ്രിയ സഹോദര സഹോദരി, ദൈവം നമ്മളെ കർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. നമുക്ക് വേണ്ടിയാണ് സ്വയം യാഗമായി അർപ്പിക്കപ്പെട്ടത്. നിന്ദിക്കപ്പെട്ട മരണം, എത്രയോ നിന്ദയാണ് സഹിച്ചത്. എന്നിട്ടും അവിടെയൊക്കെ മൗനമായിരുന്ന ആ ക്രൂശിലേക്ക് കടന്നുപോയത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 20:30-31 വായിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേക അത്ഭുതങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ വചനം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? കർത്താവിൽ വിശ്വസിക്കുവാനും നമുക്ക് ജീവനുണ്ടാകുവാൻ വേണ്ടി. ഈ വചനം ലഭ്യമായിട്ട്, ഈ വചനം വായിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമില്ലെങ്കിൽ, ഇന്നും അന്ധകാരത്തിൻ്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നതെങ്കിൽ, ആ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിലേക്ക് പൂർണ്ണമായി കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം നാം ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല. കർത്താവുമായിട്ടൊരു ബന്ധമില്ല. ആ കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് കടന്നു വരാൻ നാം പരിശ്രമിക്കണം. നോയമ്പ് കാലം കഴിഞ്ഞു, ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞു. ഈ അടുത്തൊരു ഉയർപ്പ് പെരുന്നാളിലേക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല പ്രിയ സഹോദരൻ. നാം അനുഭവിക്കുന്ന, നാം കടന്നു വന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നൊരു കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുക. തോമാസ് ലീഹയുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ആ ചിന്തകളിൽ പോകാതെ, തോമാസ് ലീഹ ഈ ഭാരതത്തിൽ കടന്നു വന്ന് സഭ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സഭ സ്ഥാപിക്കുന്നതിന് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലായ തോമാസ് ലീഹയാണ് കടന്നു വന്നത്. അല്ലാതെ അവിശ്വാസിയായി സംശയമുള്ള തോമാസ് ലീഹ അല്ല കടന്നു വന്നത്. അത് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ ആ അവിശ്വാസത്തെ മറികടന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ഇവിടെ കർത്താവ് പറയുന്നത്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യ പദവിയിലേക്ക് എന്നെയും നിങ്ങളെയും കടന്നു വരത്തക്കോണം ഇടയാക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ ഒന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്ത കർത്താവേ, നമ്മുടെ ദിവാത്സല്യമായ ശേഷറുസ്തുതാംനാഥ, ഇതത്തോളം ഞങ്ങളെ വടിയർത്തിയ നന്മകൾക്കായ സ്തോത്രം. പലപ്പോഴും കർത്താവേ, അവിശ്വാസത്തിൻ്റെ പൂർണ്ണത ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലെന്ന് സമ്മതിക്കുന്ന കർത്താവേ, സംശയം വന്നിട്ടുണ്ട് കർത്താവേ. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ നിന്നെ അവിശ്വസിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന കർത്താവേ, എങ്കിലോ എൻ പടകിൽ യേശു ഉണ്ടെന്ന് പാടുമെങ്കിലും ഞങ്ങൾ കടന്നു വന്ന ജീവിത പടകിൽ പലപ്പോഴും യേശു ഉണ്ടോ എന്നുള്ളൊരു സംശയവും വന്നിട്ട് പോയിട്ടുണ്ട് കർത്താവേ. ഇതൊക്കെ മാറ്റിക്കൊണ്ട് കർത്താവേ,
എൻ്റെ കൃപകളുടെ നിറവിൽ ഇവിടെ പറയുന്നതിൽ കാണാത്ത വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ അപ്രകാര വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ, പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ, ഇന്നും ജീവിക്കുന്ന കർത്താവ് എന്നോട് കൂടെ നടക്കുന്നെന്ന് പറയത്തക്കോണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കൃപകളുടെ നിറവിൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാം നിങ്ങളുടെ നാമത്തിൽ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു ആശ്രയിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.